ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് ഗ്രോ എ ഗാർഡൻ എന്ന പുതിയല്ല കുറച്ച് ദിവസമായി. അപ്പോൾ നമ്മൾ കുറച്ച് വ്യൂവേഴ്സൊക്കെ റെക്കമെൻഡ് ചെയ്തിട്ടാണ് ഞാൻ അത് കളിക്കാൻ പോകുന്നത് ഗൈസ്. ഇതിപ്പോൾ ഭയങ്കര പോപ്പുലറാണ് ഗൈസ്. 1.9 മില്യൺ ആക്റ്റീവ് പ്ലെയേഴ്സൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് നോക്കാം ഗൈസ്. GT മോഡൊക്കെ നമുക്ക് ആക്റ്റീവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ഗൈസ് 1.9 മില്യൺ കുറച്ചും കൂടി ഗ്രാഫിക്സ് പ്രതീക്ഷിച്ചു. ഓക്കെ ഗൈസ്, ഇവിടെ ആരോ ഒക്കെ കാണിക്കുന്നുണ്ട്. ഇതാണ് തോന്നുന്നു നമ്മുടെ ഗാർഡൻ. ഓക്കെ ഗൈസ്, നമ്മുടെ എന്തോ ശവലൊക്കെ എന്തെങ്കിലും ഉണ്ട്. നമ്മളിത് വെച്ച് കൃഷി ചെയ്യണമായിരിക്കും ഗൈസ്. ഇവിടെ എന്തൊക്കെയുണ്ട്, നമുക്ക് ഈ ആരോ കാണിക്കുന്ന സ്ഥലത്തോട്ട് പോവാം. ഇവിടെ സീഡ് ഷോപ്പെന്ന് കാണിക്കുന്നുണ്ട്. നമുക്കത് എന്ത് ചെയ്യണമെന്ന് നോക്കാം ഗൈസ്. അപ്പോൾ ലൈക്ക് അടിച്ചിട്ട് വേണം കാണാൻ. ഇപ്പോൾ ഗൈസ് ഈ ഷോപ്പിൻ്റെ അകത്താണെങ്കിൽ ക്യാരറ്റ് സീഡുണ്ട് ഗൈസ്. അതെന്തോ $10 എന്തോ ആണ്. നമുക്ക് വാങ്ങിച്ച് നോക്കാം ഗൈസ്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ എത്ര $50 ഉണ്ട്. നമുക്ക് ഒരു ക്യാരറ്റ് സീഡ് വാങ്ങിച്ചിട്ടുണ്ട് ഗൈസ്. ഇതാണ് നമ്മുടെ ഫാം, യുവർ ഫാം എന്ന് വെച്ചിട്ട് എൻ്റെ മുഖം ഗൈസ്. എൻ്റെ അവതാർ കൊള്ളത്തില്ലെന്ന് എനിക്കറിയാം. അതിനുവേണ്ടി പ്ലീസ് ഡൊണേറ്റിൽ കുറേ റോബോക്സ് ഗ്രൈൻഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൊണേറ്റ് ചെയ്യാം. എൻ്റെ യൂസർ നെയിം ദ റിയൽ സാഞ്ചു എന്നാണ്. 2 A ഉണ്ട് കേസ് സഞ്ജുവിന്. അപ്പോൾ കേസ് ക്യാരറ്റ് പെട്ടെന്ന് വളർന്നു കേസ്. അപ്പോൾ 5 സെക്കൻഡിനുള്ളിൽ പെട്ടെന്ന് വളർന്നു. അപ്പോൾ ക്യാരറ്റിൻ്റെ വെയിറ്റ് 0.35 കിലോഗ്രാമാണ്. നമുക്കിതുകൊണ്ട് സെല്ല് ചെയ്യുമ്പോൾ 5 രൂപയിലേക്ക് കിട്ടിയാൽ നഷ്ടമായിരിക്കും കേസ്. ഐ വാണ്ട് ടു സെൽ മൈ ഇൻവെൻറ്ററി ഗൈസ്. $3 ഗൈസ്. $3 ഗൈസ്. $10 എടുത്ത് വാങ്ങിച്ച സാധനത്തിന് തിരിച്ചു കിട്ടിയത് $3 അയ്യോ ഗൈസ്, ഇവിടെ എന്തൊക്കെയോ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാവില്ല. നമുക്ക് ആദ്യം കുറച്ച് പൈസ ഉണ്ടാക്കാൻ നോക്കാം. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം ഗൈസ്. ഇയർ ആർ യുവർ സീറ്റ്സ്. അപ്പോൾ ഗൈസ് നമ്മളിലിപ്പം കുറച്ച് ക്യാരറ്റ് പോയി മേടിക്കാം ഗൈസ്. 14-13 സ്റ്റോക്കിലുണ്ട്. നമുക്ക് കുറച്ച് ക്യാരറ്റ് മേടിക്കാം. ഞങ്ങൾക്ക് 4 ക്യാരറ്റ് അടിച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് പ്ലാൻ ചെയ്ത് നോക്കാം. എനിക്ക് ഇതായിട്ട് ഗെയിം എന്താണെന്ന് മനസ്സിലായില്ല. ഇത്രയും സിമ്പിളായിട്ടുള്ള ഗെയിമാണോ ഗൈസ്? ചുമ്മാ സീഡ് ഇങ്ങനെ വെച്ചിട്ട് സെല്ല് ചെയ്യേണ്ട ഗെയിമാണോ എന്ന് എനിക്കറിയത്തില്ല. ബ്ലോക്ക് ഫ്രൂട്ടിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറച്ച് മാസങ്ങളായി. ഞാൻ നല്ല റീച്ച് കിട്ടാത്തതുകൊണ്ടാണ് അതിപ്പോൾ ഇടാത്തത്. അതിനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്, ആ വീഡിയോസൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ 3 ക്യാരറ്റ് ഉണ്ട് ഗൈസ്. നമുക്ക് വിൽക്കാം. ടു സെൽ. നമുക്ക് ഏത് കൊടുക്കാം? ഇപ്പോൾ അത് $21 കിട്ടി ഗൈസ്. നമുക്ക് സെൽമ ഇൻവെൻറ്ററി കൊടുത്ത് നോക്കാം. അപ്പോൾ മുഴുവനും സെല്ലാവുമായിരിക്കും. ഗൈസ് നല്ല പൈസ കിട്ടും. നമുക്കിനി സ്ട്രോബെറി മേടിക്കാൻ നോക്കാം ഗൈസ്. മാർക്കറ്റിൽ സ്ട്രോബെറി എന്നൊരു സംഭവം ഉണ്ട് ഗൈസ്. അത് നമുക്ക് കഴിക്കാം. സ്ട്രോബെറി സീഡ് 4 സ്റ്റോക്കിലുള്ളൂ. നമുക്ക് ഇപ്പോൾ ഒരെണ്ണം മേടിച്ച് നോക്കാം ഗൈസ്. 3 മേടിച്ച് ഗൈസ് അറിയാതെ. ഓക്കെ, അപ്പോൾ 3 കൊണ്ട് പ്ലാൻ ചെയ്ത് നോക്കാം ഗൈസ്. ഇത് കുറേ സമയം എടുക്കുമായിരിക്കും മിക്കവാറും. ഈ ഗെയിം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കളിച്ചില്ലെങ്കിൽ തന്നെ വളരും. ഓഫ്ലൈനിൽ ഇങ്ങനെ ഇത് വളരുമെന്നാണ് ഇതിൻ്റെ ടൈറ്റിൽ കൊടുത്തിരുന്നത്. ഗൈസ് വളരുന്നുണ്ട് ഗൈസ്. ഈ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഉടനെ നമുക്ക് സ്ഥലത്തെത്താൻ പറ്റും ഗൈസ്. സീഡിൽ ക്ലിക്ക് ചെയ്താൽ സീഡിൻ്റെ അവിടെ പോകും. സ്വിങ്സൊക്കെ ഉണ്ട് ഗൈസ്. നമുക്ക് ഇതൊക്കെ അൺലോക്ക് ചെയ്യണം. ഈ ഗെയിമിൻ്റെ വീഡിയോസ് ഇനിയുമാണ്. നിങ്ങൾ ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക ഗൈസ്. നിങ്ങളുടെ കമൻറ്റൊക്കെ ഞാൻ ഉറപ്പായിട്ട് വായിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ കമൻറ്റ് അടിക്കാൻ മടിക്കണ്ട ഗൈസ്. ഇവിടെ ഒരുപാടുള്ള ഗാർഡൻ കണ്ടോ ഗൈസ്. ഗൈസ് നമ്മൾ റോബോക്സ് എടുത്ത് മറ്റുള്ളവരുടെ ഫ്രൂട്ടൊക്കെ എടുക്കാൻ പറ്റും. അത് മോശമായിപ്പോയി. കേക്ക് പ്ലേയേഴ്സ് ഫ്രൂട്ട്. നമുക്കൊന്നും എൻ്റെ ഫ്രൂട്ട് എടുക്കണം. എൻ്റെ റോബോക്സ് നെയ്യാൻ പൈസ ഇല്ല. ഇവരിൽ കുറേ പെറ്റൊക്കെ ഉണ്ട് ഗൈസ്. നോക്കുന്നത് അപ്പോൾ തിളങ്ങുന്നു. ഇതൊക്കെ എന്ത് സംഭവമാണെന്ന് എനിക്കറിയത്തില്ല. വലിയൊരു ഫ്രൂട്ടൊക്കെ ഇരിക്കുന്ന ഗൈസ്. പൈനാപ്പിൾ കണക്കുള്ള ഒരു ഫ്രൂട്ട്. അവിടെ എന്തൊക്കെ പൊട്ടിയൊക്കെ തെറിക്കുന്നു. പെട്ടെന്ന് രാത്രിയായിട്ട് പെട്ടെന്ന് രാവിലെ ഇതെന്താ സംഭവിച്ചത്? നമ്മുടെ പ്ലാന്റ് എല്ലാം ഒറ്റയടിക്ക് വളർത്തിയെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. 375 റോബോക്സ് കൊടുത്താൽ. അപ്പോൾ സ്ട്രോബെറി ഇതുവരെയായിട്ട് വളർന്നിട്ടില്ല ഗൈസ്. കുറേ സമയം എടുക്കുന്നു തോന്നുന്നു. ആ സമയം കൊണ്ട് മറ്റുള്ളവരുടെ ഇതൊക്കെ നോക്കാം. അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഉണ്ടാകും ഗൈസ്. മരം കണക്ക് വലുതായിട്ട് വളർന്നു ഗൈസ്. ഇവിടെ നമുക്ക് സംസാരിച്ചുകൊണ്ടെങ്കിൽ ഇവരുടെ സംസാരിച്ച് നോക്കാം ഗൈസ്. നമുക്കൊരു ഹാലോ ഇട്ട് നോക്കാം. കൊടുത്തതിൻ്റെ പേര് പോടെന്നാണല്ലേ. ഡു യു ഹാവ് മൂൺ കാറ്റ്സ്? അവരാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നെ മൈൻഡ് പോലും ചെയ്യണില്ല. ഹലോ ഒന്നുകൂടി ഹലോ ഇട്ട് നോക്കാം ഗൈസ്. ഹലോ ഗൈസ്. എന്നെ മൈൻഡ് ചെയ്യാതെ പോയി ഗൈസ്. എന്നെ മൈൻഡ് പോലും ചെയ്തില്ല ഗൈസ് അവർ. അയ്യോ, എന്നെ ആർക്കും വേണ്ടേ. സ്ട്രോബെറി ഇതുവരെയായിട്ട് വളർന്നില്ല ഗൈസിൻ്റെ. ഇത് കുറേ നേരം എടുക്കാൻ തോന്നുന്നു. അപ്പോൾ വർഷങ്ങളൊക്കെ എടുക്കുമോ ഗൈസ് ഇത് വളരാൻ? ഗൈസ് ഇതെന്ത് ശവലിച്ച് പെട്ടെന്ന് വളർത്താൻ പറ്റുമായിരിക്കും.
പക്ഷേ ആ ഷവൽ വെച്ച് ക്ലിക്ക് ചെയ്തപ്പോൾ അത് ഡിസപ്പിയർ ആയിപ്പോയി. ഓ ഷവലിൻ്റെ താഴെ എഴുതിയിട്ടുണ്ട് ഡിസ്ട്രോയ് പ്ലാൻസ് വന്നു. അപ്പോൾ അത് ഡിസ്ട്രോയ് ചെയ്യാനുള്ളതാണ്. എന്തിനാണ് ഡിസ്ട്രോയ് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ നമുക്ക് ഇനി സീഡ് വാങ്ങാം. സീഡ് നമുക്ക് ക്യാരറ്റ് തന്നെ വാങ്ങാം, അതാണ് കുറച്ചും കൂടി ലാഭം. ആദ്യം നമ്മുടെ സ്ട്രോബെറി ഒന്ന് മുളക്കിട്ട് എന്നിട്ട് നമുക്ക് വാങ്ങാം. ഓക്കെ, ഇതിൽ പേറ്റുവിനും ഉണ്ട്, പെറ്റ്സൊക്കെ ഉണ്ട് കേസ്. പക്ഷെ എന്തെങ്കിലും ഒരു പെറ്റ് പോലും ഇല്ല കേസ്. സ്ട്രോബെറി വിരിഞ്ഞെന്ന് തോന്നുന്നു കേസ്. പക്ഷെ അത് കുറച്ചും കൂടി വളരണമെന്ന് തോന്നുന്നു കേസ്. ഗൈസ് എനിക്കിതൊന്നും മനസ്സിലാവില്ല ഗൈസ്. ഇത്രയും സിമ്പിളായിട്ടുള്ള ഗെയിമിനാണ് 1.9 മില്യൺ. അപ്പോൾ ഗൈസ് വേറെ ഗെയിം പോലും ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. വേറെ ഗെയിമാണ് കളിക്കാം. ബെഡ് ബാർസ് ഒക്കെ കളിക്കണമെങ്കിൽ കമൻറ്റ് ഇടുക ഗൈസ്. ബെഡ് ബാർസ് കളിക്കാൻ ഞാൻ ഉറപ്പായിട്ട് കളിക്കും. സ്ട്രോബെറി ഇപ്പോൾ 32-34 കിലോഗ്രാമൊക്കെയാണ് എൻ്റെ വെയിറ്റ്. അപ്പോൾ കുറേ പൈസ കിട്ടുമായിരിക്കും ഗൈസ്. ഓക്കെ, എത്ര $? കിട്ടും ഗൈസ്? $36 കിട്ടിയുള്ളൂ. ഒരു ക്യാരറ്റ് വിറ്റാൽ കിട്ടുമല്ലോ $36. ഇതെന്താണെന്ന് എനിക്കൊന്നും മനസ്സിലാവില്ല കേട്ടോ. നമുക്കിനി ക്യാരറ്റ് മേടിക്കാം ഗൈസ്. 3 ക്യാരറ്റ് മേടിച്ചിട്ടുണ്ട് ഗൈസ്. നോക്കട്ടെ മേടിച്ചാൽ നമ്മളിത് വളർത്തിയെടുത്തിട്ട് എത്ര രൂപയാണെന്ന് ഇപ്പോൾ കാണിച്ചു തരാം ഗൈസ്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ $800 ഉണ്ട് ഗൈസ്. നമുക്കിത് വെച്ച് വേറെ വല്ല സീഡ് മേടിക്കാൻ പറ്റുമോ നോക്കാം. ഞാൻ കുറേ നേരം എൻ്റെ ചെയ്ത് കുറച്ചൊക്കെ ഉണ്ടാക്കി. നമുക്കിനി ബ്ലൂബെറി സീഡ് നമുക്ക് 2 മേടിച്ചാലോ? വേറെ ഒന്നും മേടിക്കാം, അതൊക്കെ നല്ല പൈസയും. അത് മാത്രമല്ല സ്റ്റോക്കിലും ഇല്ല. നമുക്ക് ബ്ലൂബെറി മേടിക്കാം ഗൈസ്. ബ്ലൂബെറി മേടിച്ചിട്ട് നമുക്കവിടെ വയ്ക്കാം. നമ്മളിപ്പോൾ ഒരെണ്ണം മേടിച്ചവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ ബ്ലൂബെറി വളർന്നില്ല ഇതുവരെയായിട്ട്. ഞാൻ ഇപ്പോൾ ഒരെണ്ണം മേടിച്ചവിടെ വെച്ച് കണ്ടു. അതാണ് ബ്ലൂബെറി. ഇത് വളരാൻ ഒരുപാട് സമയം എടുക്കും പക്ഷേ നേരത്തെ വെച്ചതാണ്. ഇപ്പോൾ 50% ആയിട്ടേ ഉള്ളൂ. വേണമെങ്കിൽ ഒന്നും കൂടി വാങ്ങാം. ഇതാണ് എൻ്റെ ഫാം. അയ്യോ ഗൈസ്, ഇവിടെ ഓബിയൊക്കെ ഉണ്ടല്ലോ. നമുക്ക് ഈ ഓബി പോയി കളിച്ചു നോക്കാം ഗൈസ്. കാരണം ഈ ഗെയിം ഭയങ്കര ബോറാണ്, എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. നമുക്ക് ഈ ഓബി ഒന്ന് പോയി കളിച്ചു നോക്കാം ഗൈസ്. ഇതെന്ത് റോബക്സ് ഇല്ലാത്ത എൻ്റെ അടുത്ത് എന്തിനാണ് അതൊക്കെ കാണിക്കുന്നത്? ഗൈസ് പെറ്റ കൊണ്ട് ഗൈസ് കടിക്കാനൊക്കെ പറഞ്ഞു. എൻ്റെ ഒന്നും ഓബി കളിച്ചു നോക്കാം. നമുക്ക് ഓബി കളിച്ചിട്ടെല്ലാം കിട്ടുമോ നോക്കാം. ഇത് സിമ്പിൾ ഓബിയാണ് ഗൈസ്. ഞാൻ പണ്ടേ ഓബിയിൽ ഗോഡാണ്. ഗോഡ്. അയ്യോ ഇത് സാധനങ്ങൾ ചെറുതെ വരികയാണല്ലേ. അയ്യോ ഗൈസ്, മുയ്യായി ഗൈസ്. അപ്പോൾ ഗൈസ് ഇനി ഞാൻ കളിക്കുന്നില്ല. എനിക്ക് ഗെയിം അത്ര ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. പക്ഷെ എന്തിനാണ് ഇത് ഇത്ര ഹൈപ്പെന്ന് എനിക്കറിയത്തില്ല ഗൈസ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ഗൈസ്.